എല്ലാവർക്കും നമസ്കാരം. PSC Challenger Pro, നെറ്റ് ആൻഡ് JRFലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യ രാജവംശമായ മംലൂക്ക് രാജവംശത്തെ 1206 മുതൽ 1290 CE വരെ വിശദമായി പഠിക്കാം. UGC നെറ്റ്, JRF, കേരള PSC, SCT തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ആവശ്യമായ പ്രധാന വിവരങ്ങൾ വളരെ ലളിതമായും പരീക്ഷാ കേന്ദ്രീകൃതമായും അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാന വിഷയങ്ങൾ ഇവയാണ്. ആദ്യം മംലൂക്ക് രാജവംശത്തിന്റെ ഉത്ഭവവും മംലൂക്ക് എന്ന പദത്തിന്റെ അർത്ഥവും മനസ്സിലാക്കാം. തുടർന്ന് പ്രധാന ഭരണാധികാരികളായ ഖുത്ബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, റസിയ സുൽത്താൻ, ബാൽബൻ, കൈകുബാദ് എന്നിവരെ വിശദമായി പഠിക്കാം. അതിനുശേഷം ഭരണ സംവിധാനം, മംലൂക്ക് രാജവംശത്തിന്റെ ചരിത്ര പ്രാധാന്യം, പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ, അവസാനം UGC നെറ്റ്, JRF, കേരള PSC പരീക്ഷകൾക്ക് സഹായകരമായ MCQ റിവിഷനും കാണാം. അതിനാൽ മുഴുവൻ വീഡിയോയും അവസാനം വരെ കാണാൻ ശ്രമിക്കൂ. ഇനി മംലൂക്ക് രാജവംശത്തെ പരിചയപ്പെടാം. മംലൂക്ക് എന്ന അറബി പദത്തിന്റെ അർത്ഥം വാങ്ങിയ അടിമ, പർച്ചേസ്ഡ് സ്ലേവ് എന്നാണ്. ഈ ഭരണാധികാരികൾ ആദ്യം തുർക്കി വംശജനായ സൈനിക അടിമകളായിരുന്നു. പിന്നീട് അവരുടെ കഴിവും വിശ്വസ്തതയും കാരണം ഉയർന്ന സൈനിക ഭരണ പദവികളിലേക്ക് ഉയർന്നു. 1206 മുഹമ്മദ് ഗൗരിയുടെ മരണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സേനാനായകൻ ഖുത്ബുദ്ദീൻ ഐബക്ക് ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിച്ചു. അതോടെയാണ് മംലൂക്ക് രാജവംശത്തിന്റെ തുടക്കം. ഈ രാജവംശം 1206 മുതൽ 1290 വരെ ഏകദേശം 84 വർഷം ഡൽഹി ഭരിച്ചു. ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണ സംവിധാനത്തിന് ശക്തമായ അടിത്തറ ഒരുക്കിയത് ഈ രാജവംശമാണ്. അതുകൊണ്ടുതന്നെ ഇന്ത്യൻ മധ്യകാല ചരിത്രത്തിൽ മംലൂക്ക് രാജവംശത്തിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ഇനി ഈ രാജവംശത്തിലെ ഭരണാധികാരികളെ ഓരോരുത്തരായി പരിചയപ്പെടാം. ഇപ്പോൾ മംലൂക്ക് രാജവംശത്തിലെ പ്രധാന ഭരണാധികാരികളെ പരിചയപ്പെടാം. ആകെ 8 ഭരണാധികാരികളാണ് ഈ രാജവംശത്തിലുണ്ടായത്. ആദ്യ ഭരണാധികാരിയായ ഖുത്ബുദ്ദീൻ ഐബക്ക് 1206 ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിച്ചു. തുടർന്ന് ഇൽത്തുമിഷ് ഭരണത്തെ ശക്തിപ്പെടുത്തി. അദ്ദേഹത്തിന് ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യവും ഏകവുമായ വനിതാ സുൽത്താനായ റസിയ സുൽത്താന അധികാരത്തിലെത്തി. റസിയയ്ക്ക് ശേഷം കുറച്ച് ദുർബല ഭരണാധികാരികൾ വന്നെങ്കിലും പിന്നീട് ബാൽബൻ ശക്തമായ കേന്ദ്രഭരണവും കർശനമായ രാജഭരണ സിദ്ധാന്തവും സ്ഥാപിച്ച് സുൽത്താനേറ്റിനെ വീണ്ടും ശക്തിപ്പെടുത്തി. അവസാന ഭരണാധികാരിയായ കൈകുബാദിന്റെ കാലത്ത് ഭരണദൗർബല്യം വർദ്ധിച്ചു. ഒടുവിൽ 1290 മംലൂക്ക് രാജവംശം അവസാനിക്കുകയും ഖിൽജി രാജവംശം അധികാരത്തിൽ വരികയും ചെയ്തു. ഇനി ഈ പ്രധാന ഭരണാധികാരികളുടെ നേട്ടങ്ങളും സംഭാവനകളും ഓരോരുത്തരായി വിശദമായി പഠിക്കാം. ഖുത്ബുദ്ദീൻ ഐബക്ക് 1206 മുതൽ 1210 വരെ CE. ഇപ്പോൾ മംലൂക്ക് രാജവംശത്തിന്റെ സ്ഥാപകനായ ഖുത്ബുദ്ദീൻ ഐബക്കിനെ പരിചയപ്പെടാം. മുഹമ്മദ് ഗൗരിയുടെ വിശ്വസ്തനായ സേനാനായകനും പിന്നീട് അദ്ദേഹത്തിന്റെ അടിമ സൈനികനിൽ നിന്ന് ഉയർന്ന ഭരണാധികാരിയുമായിരുന്നു ഖുത്ബുദ്ദീൻ ഐബക്ക്. 1206 മുഹമ്മദ് ഗൗരിയുടെ മരണശേഷം അദ്ദേഹം ഡൽഹിയുടെ സുൽത്താനായി അധികാരമേറ്റു. ഇതോടെയാണ് ഡൽഹി സുൽത്താനേറ്റിനും മംലൂക്ക് രാജവംശത്തിനും തുടക്കമായത്. ഖുത്ബുദ്ദീൻ ഐബക്കിനെ ലാഖ് ബക്ഷ് എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഉദാരമായ ദാനശീലമാണ് ഈ വിശേഷണത്തിന് കാരണം. ഡൽഹിയിലെ പ്രശസ്തമായ ഖുത്ബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ചതും കുവത്തുൽ ഇസ്ലാം മസ്ജിദ് നിർമ്മിച്ചതും അദ്ദേഹത്തിന്റെ കാലത്താണ്. 1210 ലാഹോറിൽ പോളോ കളിക്കുന്നതിനിടെ കുതിരയിൽ നിന്ന് വീണ് അദ്ദേഹത്തിന് മരണപ്പെട്ടു. UGC നെറ്റ്, JRF പരീക്ഷകളിൽ ലാഖ് ബക്ഷ്, ഖുത്ബ് മിനാർ, കുവത്തുൽ ഇസ്ലാം മസ്ജിദ്, 1206 എന്നീ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. അതിനാൽ ഇവ പ്രത്യേകം ഓർമ്മിക്കുക. മംലൂക്ക് രാജവംശത്തിന്റെ പ്രാധാന്യം. ഇനി മംലൂക്ക് രാജവംശത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം പരിശോധിക്കാം. ഡൽഹി സുൽത്താനേറ്റിന്റെ ശക്തമായ അടിത്തറ പാകിയത് മംലൂക്ക് ഭരണാധികാരികളാണ്. അവർ സ്ഥിരതയുള്ള കേന്ദ്രഭരണം സ്ഥാപിക്കുകയും ഭരണ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്തു. ഇഖ്ത സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുകയും സൈനിക ഭരണ സംവിധാനത്തിന് വ്യക്തമായ രൂപം നൽകുകയും ചെയ്തു. പിന്നീട് വന്ന ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി രാജവംശങ്ങൾ ഇതേ ഭരണപാരമ്പര്യം പിന്തുടർന്നു.
സാമ്പത്തിക രംഗത്തും ഇവർ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. പ്രത്യേകിച്ച് ഇൽത്തുമിഷ് വെള്ളിട്ടങ്കയും ചെമ്പ് ജിട്ടലും പ്രചാരത്തിലാക്കിയതിലൂടെ നാണയവ്യവസ്ഥയ്ക്ക് സ്ഥിരത ലഭിച്ചു. വാസ്തുവിദ്യയിലും മംലൂക്ക് ഭരണാധികാരികൾ വലിയ സംഭാവന നൽകി. ഖുത്ബ് മിനാർ, കുവത്തുൽ ഇസ്ലാം മസ്ജിദ്, സുൽത്താൻ ഘാരി ശവകുടീരം തുടങ്ങിയ സ്മാരകങ്ങൾ അവരുടെ കാലഘട്ടത്തിലെ പ്രധാന നിർമ്മിതികളാണ്. അതിനാൽ ഡൽഹി സുൽത്താനേറ്റിന്റെ വളർച്ചയ്ക്കും ഇന്ത്യയിലെ മധ്യേന്ത്യയിലെ മധ്യകാല ഭരണ സംവിധാനത്തിന്റെ രൂപീകരണത്തിനും മംലൂക്ക് രാജവംശം നിർണായക പങ്കുവഹിച്ചു എന്ന് പറയാം. ഇൽത്തുമിഷ് 1211 മുതൽ 1236 വരെ CE. ഇനി മംലൂക്ക് രാജവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികളിൽ ഒരാളായ ഇൽത്തുമിഷിനെ പരിചയപ്പെടാം. ചരിത്രകാരന്മാർ ഇൽത്തുമിഷിനെ ഡൽഹി സുൽത്താനേറ്റിന്റെ യഥാർത്ഥ ഏകീകരണ ശില്പി, റിയൽ കൺസോളിഡേറ്റർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം ഡൽഹി സുൽത്താനേറ്റിനെ രാഷ്ട്രീയമായും ഭരണപരമായും ശക്തിപ്പെടുത്തി. ഇൽത്തുമിഷിന്റെ പ്രധാന നേട്ടങ്ങളിലൊന്നാണ് തുർക്കാൻ-ഇ-ചഹൽഗാനി അഥവാ ഗ്രൂപ്പ് ഓഫ് 40 എന്നറിയപ്പെടുന്ന വിശ്വസ്തരായ തുർക്കി പ്രഭുക്കന്മാരുടെ ഒരു ഉപദേശക സംഘം രൂപീകരിച്ചത്. ഭരണനിർവഹണത്തിൽ ഇത് പ്രധാന പങ്കുവഹിച്ചു. സാമ്പത്തിക രംഗത്ത് അദ്ദേഹം വെള്ളി ടങ്കയും ചെമ്പ് ജിറ്റലിയും എന്ന നാണയങ്ങൾ പ്രചാരത്തിലാക്കി. ഇന്ത്യൻ നാണയ ചരിത്രത്തിൽ ഇതൊരു സുപ്രധാന സംഭവമാണ്. 1229 അബ്ബാസി ഖലീഫയിൽ നിന്ന് ഔദ്യോഗിക അംഗീകാരം നേടിയതോടെ ഡൽഹി സുൽത്താനേറ്റിന്റെ അന്തസ്സും അംഗീകാരവും വർദ്ധിച്ചു. കൂടാതെ ഖുത്ബുദ്ദീൻ ഐബക്ക് ആരംഭിച്ച ഖുത്ബ് മിനാറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. UGC നെറ്റ്, JRF പരീക്ഷകളിൽ ഇൽത്തുമിഷുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വളരെ പതിവായി ചോദിക്കപ്പെടുന്നു. അതിനാൽ ചഹൽഗാനി, ടങ്ക്, ജിറ്റൽ, അബ്ബാസി ഖലീഫയുടെ അംഗീകാരം എന്നീ കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക. റസിയ സുൽത്താൻ 1236 മുതൽ 1240 വരെ CE. ഇനി ഡൽഹി സുൽത്താനേറ്റിന്റെ ചരിത്രത്തിൽ പ്രത്യേക സ്ഥാനമുള്ള റസിയ സുൽത്താനയെ പരിചയപ്പെടാം. ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യവും ഏകവുമായ വനിതാ സുൽത്താനാണ് റസിയ സുൽത്താൻ. ഇൽത്തുമിഷിന്റെ മകളായ റസിയ തന്റെ കഴിവും ഭരണ നൈപുണ്യവും കാരണം പിതാവിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1236 അവർ സുൽത്താനായി അധികാരമേറ്റു. ഭരണകാലത്ത് അവർ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ഭരണ സംവിധാനം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ തുർക്കി പ്രഭുക്കന്മാരായ ചഹൽഗാനി സംഘത്തിലെ പലരും ഒരു സ്ത്രീ ഭരണാധികാരിയെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ജമാലുദ്ദീൻ യാക്കൂത്ത് എന്ന അബിസീനിയൻ ഉദ്യോഗസ്ഥനെ ഉയർന്ന പദവിയിൽ നിയമിച്ചതും പ്രഭുക്കന്മാരുടെ എതിർപ്പിന് ഒരു കാരണമായി. 1240 കൈതാലിന് സമീപം നടന്ന യുദ്ധത്തിൽ റസിയ പരാജയപ്പെടുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തു. അവരുടെ ഭരണകാലം വെറും 4 വർഷം മാത്രമായിരുന്നുവെങ്കിലും ഇന്ത്യൻ ചരിത്രത്തിൽ അവർ ധീരയും കഴിവുറ്റ ഭരണാധികാരിയുമായാണ് ഓർമ്മിക്കപ്പെടുന്നത്. UGC നെറ്റ്, JRF പരീക്ഷകളിൽ ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യവും ഏകവുമായ വനിതാ സുൽത്താൻ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ റസിയ സുൽത്താനയെക്കുറിച്ചുള്ള പ്രധാന വസ്തുതകൾ പ്രത്യേകം ഓർമ്മിക്കുക. ബാൽബാൻ 1266 മുതൽ 1287 വരെ CE. ഇനി മംലൂക്ക് രാജവംശത്തിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിൽ ഒരാളായ ബാൽബനെക്കുറിച്ച് പഠിക്കാം. 1266 മുതൽ 1287 വരെ അദ്ദേഹം ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചു. ശക്തമായ കേന്ദ്രഭരണവും കർശനമായ ഭരണനയങ്ങളും നടപ്പിലാക്കിയ ഭരണാധികാരിയായാണ് ബാൽബൻ അറിയപ്പെടുന്നത്. ബാൽബന്റെ പ്രധാന സംഭാവനകളിലൊന്നാണ് രാജത്വ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് കിങ്ഷിപ്പ്. സുൽത്താൻ ദൈവത്തിന്റെ പ്രതിനിധിയാണെന്നും അദ്ദേഹത്തിന്റെ അധികാരം ചോദ്യം ചെയ്യാൻ പാടില്ലെന്നും അദ്ദേഹം വിശ്വസിച്ചു. രാജാവിന്റെ അന്തസ്സും അധികാരവും ഉയർത്തിക്കാട്ടാൻ അദ്ദേഹം രാജസഭയിൽ കർശനമായ ആചാരങ്ങൾ നടപ്പിലാക്കി. മറ്റൊരു പ്രധാന നയമാണ് രക്തവും ഇരുമ്പും നയം അഥവാ ബ്ലഡ് ആൻഡ് അയൺ പോളിസി. കലാപകാരികളെയും നിയമലംഘകരെയും വളരെ കർശനമായി ശിക്ഷിച്ച് രാജ്യത്ത് സമാധാനവും ക്രമസമാധാനവും ഉറപ്പാക്കുകയായിരുന്നു ഈ നയത്തിന്റെ ലക്ഷ്യം. കൂടാതെ ബാൽബൻ ശക്തമായ രഹസ്യാന്വേഷണ സംവിധാനം സ്ഥാപിക്കുകയും സൈന്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇതിലൂടെ ആഭ്യന്തര കലാപങ്ങളെയും മംഗോളരുടെ ആക്രമണങ്ങളെയും ഫലപ്രദമായി നേരിടാൻ അദ്ദേഹത്തിന് സാധിച്ചു. UGC നെറ്റ്, JRF പരീക്ഷകളിൽ തിയറി ഓഫ് കിങ്ഷിപ്പ്, ബ്ലഡ് ആൻഡ് അയൺ പോളിസി, സ്പൈ സിസ്റ്റം
എന്നിവ ബാൽബനുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചു ചോദിക്കുന്ന വിഷയങ്ങളാണ്. അതിനാൽ ഇവ പ്രത്യേകം ഓർമ്മിക്കുക. ഖൈഖുബാദ് 1287 മുതൽ 1290 വരെ CE. ഇപ്പോൾ മംലൂക്ക് രാജവംശത്തിലെ അവസാന ഭരണാധികാരിയായ കൈഖുബാദിനെ പരിചയപ്പെടാം. 1287 ബൾബന്റെ മരണശേഷമാണ് കൈഖുബാദ് അധികാരത്തിലെത്തുന്നത്. അന്ന് അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു. കൈഖുബാദിന്റെ ഭരണകാലത്ത് കേന്ദ്രഭരണം ക്രമേണ ദുർബലമായി. പ്രഭുക്കന്മാർ തമ്മിലുള്ള അധികാര പോരാട്ടം ശക്തിപ്പെടുകയും ഭരണത്തിൽ അസ്ഥിരത വർദ്ധിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി ഡൽഹി സുൽത്താനേറ്റിന്റെ രാഷ്ട്രീയ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. ഈ അവസരം മുതലെടുത്താണ് ജലാലുദ്ദീൻ ഖിൽജി അധികാരം പിടിച്ചെടുക്കുന്നത്. 1290 കൈഖുബാദിന്റെ ഭരണം അവസാനിക്കുകയും മംലൂക്ക് രാജവംശം അവസാനിക്കുകയും ചെയ്തു. അതോടൊപ്പം ഡൽഹി സുൽത്താനേറ്റിൽ ഖിൽജി രാജവംശത്തിന്റെ ഭരണത്തിന് തുടക്കമായി. അതിനാൽ 1290 വർഷം ഇന്ത്യൻ മധ്യകാല ചരിത്രത്തിൽ ഒരു പ്രധാന വഴിത്തിരിവാണ്. കാരണം ഈ വർഷമാണ് മംലൂക്ക് രാജവംശം അവസാനിച്ച് ഖിൽജി രാജവംശം അധികാരത്തിലെത്തുന്നത്. UGC നെറ്റ്, JRF, കേരള PSC പരീക്ഷകളിൽ മംലൂക്ക് രാജവംശത്തിന്റെ അവസാന ഭരണാധികാരി ആരാണ് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ ശരിയായ ഉത്തരം കൈഖുബാദ് എന്നതാണ്. കൂടാതെ 1290 ആരംഭിച്ച രാജവംശം ഖിൽജി രാജവംശമാണെന്നും ഓർമ്മിക്കണം. മംലൂക്ക് രാജവംശത്തിന്റെ ഭരണ സംവിധാനം. ഇനി മംലൂക്ക് രാജവംശത്തിന്റെ ഭരണ സംവിധാനം പരിശോധിക്കാം. ഡൽഹി സുൽത്താനേറ്റിലെ ഭരണ സംവിധാനത്തിന് ശക്തമായ അടിത്തറ ഒരുക്കിയത് മംലൂക്ക് ഭരണാധികാരികളാണ്. ഭരണത്തിന്റെ കേന്ദ്രബിന്ദു സുൽത്താനായിരുന്നു. സൈന്യം, നീതിന്യായം, ധനകാര്യം, ഭരണനിർവഹണം തുടങ്ങി എല്ലാ പ്രധാന അധികാരങ്ങളും സുൽത്താന്റെ കൈകളിലായിരുന്നു. എന്നാൽ ഭരണനിർവഹണത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ വിവിധ ഉന്നത ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. പ്രധാന ഉദ്യോഗസ്ഥരിൽ വസീർ ധനകാര്യവും പൊതുഭരണവും നിയന്ത്രിച്ചു. ദിവാനി അർസ് സൈനിക വകുപ്പിന്റെ ചുമതല വഹിച്ചു. ഖാസിയുൽ കുസാത്ത് നീതിന്യായ സംവിധാനത്തിന് നേതൃത്വം നൽകി. പ്രവിശ്യാഭരണത്തിൽ ഇക്ത സമ്പ്രദായം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. രാജ്യം വിവിധ ഇക്തകളായി വിഭജിക്കുകയും അവയുടെ ഭരണവും നികുതി പിരിവും ഇക്താദാർമാരെ ഏൽപ്പിക്കുകയും ചെയ്തു. പകരമായി അവർ സൈന്യത്തെ പരിപാലിക്കുകയും സുൽത്താനോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്തു. ഈ ഭരണ സംവിധാനമാണ് പിന്നീട് ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി രാജവംശങ്ങളുടെ ഭരണത്തിനും മാതൃകയായത്. അതിനാൽ UGC നെറ്റ്, JRF പരീക്ഷകളിൽ ഇക്ത സംവിധാനം, വസീർ, ദിവാനി അർസ് തുടങ്ങിയ പദവികളെക്കുറിച്ച് ചോദ്യങ്ങൾ പതിവായി ചോദിക്കാറുണ്ട്. അവ പ്രത്യേകം ഓർമ്മിക്കണം. ക്രോണോളജി ആൻഡ് ക്വിക്ക് റിവിഷൻ. ഇപ്പോൾ മംലൂക്ക് രാജവംശത്തിന്റെ പ്രധാന സംഭവങ്ങൾ കാലക്രമത്തിൽ ഒന്ന് റിവിഷൻ ചെയ്യാം. പരീക്ഷയിൽ വർഷങ്ങളും ഭരണാധികാരികളും വളരെ പ്രധാനമാണ്. 1206 ഖുത്ബുദ്ദീൻ ഐബക്ക് ഡൽഹി സുൽത്താനേറ്റിന് തുടക്കം കുറിച്ചു. 1211 ഇൽതുമിഷ് അധികാരത്തിലെത്തി. ഡൽഹി സുൽത്താനേറ്റിനെ ശക്തിപ്പെടുത്തിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. 1229 അബ്ബാസി ഖലീഫയിൽ നിന്ന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു. 1236 റസിയ സുൽത്താന അധികാരത്തിലെത്തി. ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യവും ഏകവുമായ വനിതാ സുൽത്താനായിരുന്നു അവർ. 1266 ബാൽബൻ സുൽത്താനായി. ശക്തമായ കേന്ദ്രഭരണവും തിയറി ഓഫ് കിങ്ഷിപ്പ് എന്ന ആശയവും നടപ്പിലാക്കിയത് അദ്ദേഹമാണ്. 1287 കൈഖുബാദ് അധികാരത്തിലെത്തി. ഒടുവിൽ 1290 മംലൂക്ക് രാജവംശം അവസാനിക്കുകയും ഖിൽജി രാജവംശം ആരംഭിക്കുകയും ചെയ്തു. ഈ വർഷങ്ങൾ ക്രമത്തിൽ ഓർമ്മിച്ചാൽ UGC നെറ്റ്, JRF, കേരള PSC തുടങ്ങിയ പരീക്ഷകളിലെ നിരവധി ചോദ്യങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം പറയാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഓരോ ചോദ്യവും ശ്രദ്ധിച്ചു വായിക്കുക. ആദ്യം സ്വയം ഉത്തരം പറയാൻ ശ്രമിക്കൂ. അതിനുശേഷം ഞാൻ ശരിയായ ഉത്തരം പറയാം. ചോദ്യം നമ്പർ 1. ഡൽഹി സുൽത്താനേറ്റിന്റെ സ്ഥാപകൻ ആരാണ്? ശരിയായ ഉത്തരം ഖുത്ബുദ്ദീൻ ഐബക്ക്. ചോദ്യം നമ്പർ 2. ചഹൽഗാനി അഥവാ ഗ്രൂപ്പ് ഓഫ് 40 രൂപീകരിച്ചത് ആരാണ്? ശരിയായ ഉത്തരം ഇൽതുമിഷ്. ചോദ്യം നമ്പർ 3. വെള്ളി ടങ്കയും ചെമ്പ് ജിറ്റലും പ്രചാരത്തിലാക്കിയത് ആരാണ്? ശരിയായ ഉത്തരം ഇൽതുമിഷ്. ചോദ്യം നമ്പർ 4. ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യവും ഏകവുമായ വനിതാ സുൽത്താൻ ആരാണ്? ശരിയായ ഉത്തരം റസിയ സുൽത്താൻ. ചോദ്യം നമ്പർ 5.
തിയറി ഓഫ് കിങ്ഷിപ്പ് അവതരിപ്പിച്ച ഭരണാധികാരി ആരാണ്? ശരിയായ ഉത്തരം ബാൽബൻ. ചോദ്യം നമ്പർ 6. മംലൂക്ക് രാജവംശത്തിന്റെ അവസാന ഭരണാധികാരി ആരാണ്? ശരിയായ ഉത്തരം കൈക്കുബാദ്. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു? നിങ്ങളുടെ സ്കോർ കമന്റിൽ എഴുതാൻ മറക്കരുത്. ഇതോടെ ഡൽഹി സുൽത്താനേറ്റിലെ മംലൂക്ക് രാജവംശത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ് പൂർത്തിയാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. കൂടാതെ PSC ചാലഞ്ചർ പ്രോ നെറ്റ് ആൻഡ് JRF ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.